നന്മകൾ അധികരിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. എമ്പാടും നന്മകളും അതിനുള്ള അവസരങ്ങളും ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. നന്മകൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. നന്മകൾ ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞേക്കാം, പക്ഷേ തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, വേണ്ടായ്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണം എന്നില്ല. നശ്വരമായ ഈ ദുനിയാവിൽ സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മുടെ ശത്രുവായ ശൈത്താനും നമ്മുടെ ശരീര ഇച്ഛയും നമ്മളെ പലപ്പോഴും പരാജയപ്പെടുത്താറുണ്ട്. നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ വർദ്ധിത നന്മകൾ നിമിഷ നേരത്തെ നമ്മുടെ തെറ്റുകൊണ്ട്, നമ്മുടെ പാപം കൊണ്ട് അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന, നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. തെറ്റുകളുടെ എല്ലാ സാധ്യതകളും നമ്മുടെ വിരൽത്തുമ്പിൽ അമ്മാനമാടുന്ന ഈ ലോകത്ത് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അനിയന്ത്രിതമായ പാപങ്ങളുടെ വലയത്തിൽ താമസിക്കുന്ന നാം ഓരോരുത്തരും ഈ രണ്ട് അവയവങ്ങളെ തെറ്റുകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്. മൈ യളുമനു ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും നാവ്, പ്രൈവറ്റ് പാർട്ട് എന്നിവ കൊണ്ടുള്ള തെറ്റിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ, ആരെങ്കിലും ആ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് എന്നോട് ഉറപ്പ് നൽകിയാൽ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നാവിനെ സൂക്ഷിക്കണം. മറ്റൊന്ന്, ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കണം. നമ്മുടെ ഈ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ നാം പലപ്പോഴും ചെയ്യാറുള്ളത്. നാവുകൊണ്ട് അനിയന്ത്രിതമായി മറ്റൊരാളെക്കുറിച്ച്, അപരനെക്കുറിച്ച് അവനിഷ്ടമില്ലാത്ത ഗീബത്തും നമീമത്തും പലതും പറഞ്ഞ് നാം നടക്കുന്നു. നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളും നമ്മുടെ ഖുർആനോദലും നമ്മുടെ നോമ്പുകളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കിതുകൊണ്ട് സംജാതമാകുന്നത്. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുകയും അനാവശ്യമായ സംസാരങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യുക എന്നത് മുഅ്മിനിൻ്റെ ലക്ഷണമായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സംസാരം വെള്ളിയാണെങ്കിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളത് സ്വർണമാണെന്ന് മഹാന്മാർ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ, അവർ അനാവശ്യ സംസാരങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി വായിൽ ചരൽ കല്ലിട്ട് നടന്നിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, നമ്മുടെ രഹസ്യഭാഗത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പലരും അറിയാതെ പോയി വീഴുന്ന തെറ്റാണിത്. നാം ഓരോരുത്തരും അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി പടച്ച റബ്ബിലേക്ക് സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ് തിരിച്ചു മടങ്ങി നല്ലൊരു റബീഉൽ അവ്വലിനെ വരവേറ്റ് നല്ലൊരു നാളേക്ക് വേണ്ടി നാം ആഖിറത്തിലെ വിജയത്തിനെ ഉദ്ദേശിച്ച് നാം അധ്വാനിക്കണം. അള്ളാഹു നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ അപരാധങ്ങൾക്കും അള്ളാഹു മാപ്പു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നസൂഹായ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ.